2010 അന്ന് സിംബു പ്രധാന വേഷത്തിലെത്തുന്ന തൻ്റെ ആദ്യ സംവിധാന ചിത്രത്തിൻ്റെ പിന്നണിയിലായിരുന്നു നെൽസൺ. തനിക്കേറെ പ്രതീക്ഷയുള്ള തൻ്റെ ആദ്യ സിനിമ. പക്ഷേ പല കാരണങ്ങളാൽ അന്നത് നടക്കാതെ പോയി. ഷൂട്ടിൻ്റെ പകുതി വെച്ച് ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ കുറച്ചു കാലത്തേക്ക് ടെലിവിഷൻ അവാർഡ് ഷോകളുടെ ഡയറക്ടറായിരുന്നു നെൽസണെ കണ്ടത്. അങ്ങനെ ഒരു 8 വർഷം കടന്നുപോയി. അയാൾ വീണ്ടും ഒരു സിനിമയുമായി എത്തി. തൻ്റെ ആദ്യ ചിത്രം കൊലമാവ് കോകില തമിഴ് സിനിമയ്ക്ക് ഒരു കൾച്ചറൽ ഷോക്ക് നൽകി. ഇതെന്താ ഇങ്ങനെയും സിനിമ എടുക്കാമെന്നും ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചു. നയൻതാരയെ പ്രധാന വേഷത്തിൽ അവതരിപ്പിച്ച ബ്ലാക്ക് കോമഡി ക്രൈം പടം അന്നേ വരെ കണ്ട ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളിൽ നിന്നും വേറിട്ട് നിന്നു. കോകിലയ്ക്കൊരു ബാഗും അതിനകത്തൊരു തോക്കും ഡ്രഗും വെച്ചുകൊടുത്ത് കൺവെൻഷണൽ സിനിമകളിൽ നിന്നും മാറി ചിന്തിച്ച സംവിധായകനായി നെൽസൺ. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചുകൊണ്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ തുടക്കം. 8 വർഷത്തിനിപ്പുറം ജയിലർ 2 അയാൾ ഹോൾഡ് ചെയ്യുന്നത് ബോളിവുഡ് മുതൽ മോളിവുഡ് വരെയുള്ള സൂപ്പർ താരങ്ങളുടെ ഡേറ്റുകളാണ്. കോളിവുഡ് പില്ലേഴ്സിന്റെ റീയൂണിയന്റെ കപ്പിത്താനാകാൻ ഭാഗ്യം തേടിയെത്തിയത് ആദ്യ സിനിമ നടക്കാതെ പോയി വിഷമിച്ച ആ 41-കാരനാണ്. കോളിവുഡ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2 സിനിമകൾ, രണ്ടിൻ്റെയും സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ. നെൽസൺ സിനിമകളിലെല്ലാം പ്രധാന റോളിലെത്തുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നായകന്റെ അല്ലെങ്കിൽ നായികയുടെ സ്വഭാവമാണ്. അന്തർമുഖനായ, അധികം സംസാരിക്കാത്ത, ആളുകളോട് പെരുമാറാൻ അറിയാത്ത സൈലന്റ് ഹീറോ ഓർ ഹീറോയിൻ. കൊലമാവ് കോകില, ഡോക്ടർ, ബീസ്റ്റ് തുടങ്ങി ജയിലർ വരെ ആ ട്രെൻഡ് നെൽസൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു കഥാപാത്രമായി സൂപ്പർ താരങ്ങളായ വിജയിയെയോ രജനിയെയോ അത്രയും നാൾ ആരും കണ്ടിട്ടില്ല. എന്നാൽ നെൽസൺ അത് പുൾ ഓഫ് ചെയ്തു കയ്യടി നേടി. രണ്ടാമത്തെ കാര്യം ഡാർക്ക് ഹ്യൂമറിന്റെ അസാമാന്യ യൂസാണ്. ചെയ്ത 4 സിനിമകളിലും അതുണ്ട്. ഏത് സിറ്റുവേഷനിൽ എന്ത് വർക്കാകുമെന്ന് നെൽസൺ അറിയാം. തൻ്റെ സിനിമകളുടെ വിജയത്തിൻ്റെ കാരണവും ആ ബോധ്യമാണ്. ടെലിവിഷൻ കരിയറിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ യുണീക്ക് സ്റ്റോറി ടെല്ലിങ്ങിനെ സഹായിച്ചിട്ടുണ്ടാകാം. സ്റ്റീവൻ സ്പിൽബർഗ്, ക്വിന്റൻ ടാരാന്റിനോ, വെസ് ആൻഡേഴ്സൺ, അങ്ങനെ പോകുന്നു നെൽസന്റെ ഇഷ്ട സംവിധായകർ. തൻ്റെ സിനിമകളിലും ആ റെഫറൻസുകൾ പ്രകടമാണ്, പ്രത്യേകിച്ചും ക്യൂട്ടി റെഫറൻസുകൾ. നെൽസൺ സിനിമകളിലെ പല സീനുകൾക്കും ക്യൂട്ടി ടച്ച് ഉണ്ട്. വയലൻസിനെ റിതമിക്കായി സ്റ്റൈലായി അവതരിപ്പിക്കുന്നത് മുതൽ വില്ലന്മാരെ റിലേറ്റബിൾ ആക്കുന്നതിൽ വരെ അത് കാണാം. ടാരാന്റിനോ സിനിമകളിൽ കാണുന്ന വില്ലന്മാരുടെ വേൾഡിനെ ബിൽഡ് ചെയ്യുന്ന രീതി നെൽസണും ഫോളോ ചെയ്യുന്നു. ഇഷ്ട സീരീസായ ബ്രേക്കിംഗ് ബാഡിന്റെ റെഫറൻസുകളും പല സിനിമകളിലും കടന്നു പോകുന്നു. റോ ഇമോഷൻസും ഇന്റൻസ് ആക്ഷനും ഔട്ട് ആൻഡ് ഔട്ട് ഫണ്ണും ബ്ലെൻഡ് ചെയ്യുന്ന നെൽസൺ ടച്ച് ഇന്ന് പലരുടെയും ഫേവറേറ്റ് യോണർ കൂടെയാണ്. ആദ്യ 2 സിനിമകൾക്ക് ശേഷം നെൽസൺ കൈകൊടുത്തത് വിജയ്ക്കാണ്. പ്രതീക്ഷയോടെ എത്തിയ സിനിമ പുറത്തിറങ്ങിയപ്പോൾ 2 അഭിപ്രായം വന്നു. പക്ഷേ വിജയെ പ്രസന്റ് ചെയ്ത രീതിക്ക് ഒരൊറ്റ അഭിപ്രായമേ വന്നുള്ളൂ: ക്ലാസ് ലുക്കിൽ മാസ് ചെയ്യുന്ന വിജയ് ആരാധകർക്ക് ഒരു വ്യത്യസ്തതയായി. സിനിമയുടെ പരാജയത്തിനിടയിലും കഥാപാത്രം മികച്ചതായി നിന്നു. ആ നെഗറ്റീവ് റിവ്യൂകൾ അയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു. പിന്നാലെ എത്തിയ വികടന അവാർഡ്സിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നടക്കുന്ന, കൂടെ വന്ന ബൗൺസർ പോലും തിരികെ നടന്നു പോകുന്ന നെൽസന്റെ വീഡിയോ അന്നേറെ ചർച്ചയായിരുന്നു. അന്നയാൾ അവിടെ താരമല്ലായിരുന്നു, താരശോഭയില്ലായിരുന്നു. എന്നാൽ നെക്സ്റ്റ് പടത്തിനായി അയാൾക്ക് തലൈവരുടെ ഡേറ്റ് കിട്ടി. ജയിലർ കമ്മിറ്റ് ചെയ്തതിന് പിന്നാലെ ബീസ്റ്റ് പോലൊരു പരാജയ ചിത്രത്തിന്റെ സംവിധായകന് ഡേറ്റ് കൊടുക്കണോ എന്ന് രജനിയോട് പലരും ചോദിച്ചു. അന്ന് സൂപ്പർ സ്റ്റാർ അവർക്ക് നൽകിയൊരു മറുപടിയുണ്ട്: ഒരു നല്ല ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടില്ല, അയാളുടെ കഥ മാത്രമാകും ചിലപ്പോൾ പരാജയപ്പെട്ടു പോവുകയെന്ന്. രജനിയുടെ കോൺഫിഡൻസിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു ജയിലറിന്റെ പാൻ ഇന്ത്യൻ വിജയം. 600 കോടിക്ക് മുകളിൽ നേടി സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ തള്ളിക്കളയാനാകാത്ത ടാലന്റാണ് താനെന്ന് കൂടെ നെൽസൺ തെളിയിച്ചു. തലൈവറെ പ്രസന്റ് ചെയ്ത രീതി, ആ മാസ്, ഓറ എല്ലാം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ആയി. തൻ്റെ നായകന്മാരെ ബ്യൂട്ടിഫുള്ളി പ്രസന്റ് ചെയ്ത അയാൾ ക്യാമിയോ കഥാപാത്രങ്ങൾക്ക് പോലും നൽകിയത് മാസ് ബ്ലാസ്റ്റ് റോളുകളാണ്. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിനെ കംപ്ലീറ്റ് മാസ് വേഷത്തിൽ അവതരിപ്പിച്ച് പീക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകാനായത് നെൽസൺ ആണ്. അതും വെറും 10 മിനിറ്റിൽ താഴെയുള്ള റോളിലൂടെ. നെൽസൺ ദിലീപ് കുമാർ ഇൻ ജസ്റ്റ് ഡയറക്ടിംഗ് ഫിലിംസ്, ഹീസ് ക്രാഫ്റ്റിംഗ് ഫെസ്റ്റിവൽസ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ മറ്റ് മാസ് മസാല മൂവീസിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അയാളുടെ വിറ്റി ഡയലോഗുകളും ക്വാളിറ്റി മേക്കിങ്ങും തമിഴ് സിനിമയിൽ പുതിയതായിരുന്നു. തലൈവർ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായപ്പോൾ ആ സ്റ്റാർഡം ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യപ്പെട്ടു. ഒപ്പം നെൽസന്റെ കംബാക്കും. കയ്യിൽ വേറെ ഒന്നുമില്ലെങ്കിലും കഥയുണ്ടെങ്കിൽ അത് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ജയിലർ 2 ഹൈപ്പിന്റെ പരകോടിയാണ് രജനി കമൽ ചിത്രത്തിന്റെ ഹൈപ്പ്. ഇരുവരും 4 പതിറ്റാണ്ടിനിപ്പുറം ഒന്നിക്കുന്നു എന്നത് മാത്രമല്ല അതിനു കാരണം, നെൽസൺ അത് സംവിധാനം ചെയ്യുന്നു എന്നത് കൂടിയാണ്. ആ സിനിമയ്ക്കായി ആദ്യം തന്നെ സമീപിച്ചിരുന്നുവെന്ന് ലോകേഷ് വ്യക്തമാക്കിയതാണ്. എന്നാൽ ലൈറ്റ് ഹാർട്ടഡ് ചിത്രമാണ് താരങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും തനിക്ക് അതിനാവില്ലെന്നും പറഞ്ഞ് ലോകേഷ് പിന്മാറുകയായിരുന്നു. ഇപ്പോൾ നെൽസണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രൊമോ വീഡിയോ തന്നെ വൻ രീതിയിലുള്ള ഫൺ ഓഫർ ചെയ്യുന്നുണ്ട്. സിനിമയും അത്തരത്തിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു സൂപ്പർ ഹിറ്റിലൂടെ അയാളുടെ കരിയർ ഗ്രാഫ് വീണ്ടും ഉയരട്ടെ.